അതിജീവിത, എന്തിനേയും അതിജീവിച്ചവൾ, അങ്ങനെയുള്ള രീതിയിലാണ് നമ്മൾ അതിജീവിത എന്ന് വിളിക്കുന്നത്. അതായത് പൊതുമധ്യത്തിൽ ആക്രമിക്കപ്പെടുകയോ അതല്ലെങ്കിൽ മറ്റാരുമാലോ ക്രൂരമായ പീഡനങ്ങൾക്കോ മറ്റെന്തിനെങ്കിലും ഇരയാവുകയോ ചെയ്ത ശരിക്കുമുള്ള ഒരു ഇരയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിജീവിത. അതായത് അതിനെയൊക്കെയും അതിജീവിച്ച് വന്നവൾ. ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ അകപ്പെട്ട് പിന്നീട് അവർ കംപ്ലൈന്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ പൊതുമധ്യത്തിൽ പ്രതീക്ഷപ്പെടുകയോ ചെയ്താൽ പിന്നീട് അവരെ ആളുകൾ മറ്റുള്ള അർത്ഥത്തോടെ കാണുകയോ അതല്ലെങ്കിൽ ഇരവാദത്തോടെ കാണുകയോ ചെയ്യുന്നതിന് പകരം അവരുടെ മുഖം മറയ്ക്കുകയും അവരുടെ പേരും മേൽവിലാസങ്ങളും ഒക്കെയും തന്നെ മറച്ചു വെക്കുകയും അതിനുശേഷം അവരെ അതിജീവിത എന്ന നാമത്തിൽ സംബോധന ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു അതിജീവിത മറ്റൊരാളെ പീഡിപ്പിച്ചാൽ അവരുടെ പേര് പൊതുമധ്യത്തിൽ പറയാൻ സാധിക്കുമോ? അങ്ങനെ ഒരു സംഭവമാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ച ഒരു സ്ത്രീ തൻ്റെ 16-ാം വയസ്സിൽ തന്നെ സെക്സ് റാക്കറ്റിലേക്ക് തള്ളിവിടാൻ ശ്രമിച്ചു എന്നും അവരുടെ ഇടയിലേക്ക് തന്നെ തള്ളിക്കയറ്റി എല്ലാ കാര്യത്തിനും വിട്ടുകൊടുത്തു എന്ന രീതിയിൽ ഒരു 26-കാരി രംഗത്തെത്തിയിരിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ പലതും ഇങ്ങനെയാണ്. 14-ലാണ് അന്ന് എനിക്ക് 16 വയസ്സായിരുന്ന പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അന്ന് എൻ്റെ ലൈഫിൽ ഈ വ്യക്തി കാരണം ഉണ്ടായ ഒരു ട്രോമയും അതുമായിട്ട് റിലേറ്റഡുള്ള കാര്യങ്ങളും എനിക്കിന്ന് സമൂഹത്തിനോട് വിളിച്ച് പറയണമെന്ന് എനിക്ക് തോന്നലുണ്ടായി. കാരണം വേറൊന്നുമല്ല, ഞാനിപ്പം ഇന്നലെ ഇതൊരു ന്യൂസ് ചാനലിൽ പറഞ്ഞപ്പം എനിക്ക് അതിൻ്റെ ഇടയിൽ കുറേ കമൻസ് വന്നു. ഞാൻ ഇത്ര നാൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയുന്നത്, അതെന്തൊരു കള്ളക്കഥയാണോ കെട്ടുകഥയാണോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതെല്ലാം ഒന്ന് വ്യക്തതയോടെ നിങ്ങളോട് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ലൈവിൽ വന്നത്. എനിക്ക് സ്വയം തോന്നിയതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് നടക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. ഇത്രയും വർഷം ഞാൻ കാത്തിരുന്നത്, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ട്രോമ മാറാൻ തന്നെ 1 വർഷത്തിന് മേളിൽ സമയം എടുത്തു. കാരണം സ്വന്തം ഫാമിലി, സ്വന്തം സഹോദരി, സ്വന്തം മകളുടെ പ്രായമുള്ള ഒരാളെ കൊണ്ടേ ഒരു സംഘത്തിന് വിൽക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ട്രോമ നമുക്ക് ഇപ്പം എനിക്ക് 26 വയസ്സ് എനിക്ക് ഞാൻ നോക്കി കാണുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നില്ല. പക്ഷേ ഇത് ഞാൻ അനുഭവിച്ചത് എൻ്റെ 16-ാം വയസ്സിലാണ്. 2014 ഞാൻ എൻ്റെ 10th കഴിഞ്ഞ് ഞാൻ എൻ്റെ വെക്കേഷൻ നിൽക്കുമായിരുന്നു. അപ്പം ആ ടൈമിൽ ഈ വ്യക്തി, പേര് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നാളെ അത് അലിഗേഷൻ ആയിട്ട് വരുമെന്ന് എനിക്കറിയില്ല. എന്നെ വിളിച്ചു വെക്കേഷൻ അല്ലേ, ഇപ്പം ലൈംഗികാരോപണം നടത്തിയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവരുടെ പേര് പറയുക സാധ്യമല്ല. അപ്പോൾ താങ്കൾ 10ാം ക്ലാസ് കഴിഞ്ഞു. 10ാം ക്ലാസ് കഴിഞ്ഞു വെക്കേഷന്റെ സമയം താങ്കൾ എവിടെ നിൽക്കുകയായിരുന്നു? എവിടെയായിരുന്നു താങ്കൾ ആ സമയത്ത് ഉണ്ടായിരുന്നത്? കേരളത്തിലായിരുന്നു. അപ്പം വെക്കേഷൻ സമയത്ത് എന്നെ കോൺടാക്ട് ചെയ്തു. ആ സമയത്ത് പുള്ളിക്കാരി ഒരു 6-7 സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അപ്പം ആ സിനിമ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലെ പുള്ളിക്കാരി എന്താണെന്ന്, പുള്ളിക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയില്ല. സിനിമയിൽ അഭിനയിക്കുന്നു, ആൻറ്റി സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രം നമുക്കറിയുള്ളൂ. അപ്പോൾ എന്നെ വിളിച്ചു, വെക്കേഷനല്ലേ, എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരിൽ എന്നെ വിളിച്ചത്, വെക്കേഷനല്ലേ, എന്തിനാ അവിടെ നിൽക്കുന്നത്, ചെന്നൈയിലേക്ക് വന്ന് നമുക്ക് 1-2 സിനിമയിൽ ഓഡിഷനൊക്കെ പോയി ട്രൈ ചെയ്യാം, സിനിമയിൽ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഭാവി ഉണ്ടാവുമല്ലോ എന്നും പറഞ്ഞ് എന്നെ ചെന്നൈയിലേക്ക് വിളിച്ചു വരുത്തി. പോയത് ഞാനും എൻ്റെ അമ്മയും കൂടിയാണ്. അപ്പം സ്വാഭാവികമായിട്ടൊരു ബന്ധു വീട്ടിലേക്ക് പോകുന്ന രീതിയിൽ ഒരു വെക്കേഷന് പിന്നെ ഈ പറഞ്ഞ ഒരു സിനിമയിലേക്ക് അഭിനയിക്കാൻ പറ്റുമെങ്കിലോ എന്നുള്ള ചിന്തയിലാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം വളരെ നോർമലായിട്ട് പോയി. അടുത്ത ദിവസം എന്നെ ഓഡിഷനാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. അപ്പം എന്നെ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത്, വേറെ പേടിക്കാനൊന്നുമില്ല, സ്വന്തം സഹോദരിയുടെ കൂടെയാണല്ലോ പോകുന്നത്. അപ്പം ഞാനും കൂടെ പോയി. അപ്പോൾ ഓഡീഷനാണെന്ന് പറഞ്ഞ് പോയത് ഒരു ഹോട്ടലിലേക്കാണ്. അപ്പോൾ ഹോട്ടലിൽ എനിക്ക് എങ്ങനെയാണ് ഓഡീഷൻ, എവിടെയാണ് ഓഡീഷൻ, ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓഡീഷൻ ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇത്രയും കാര്യങ്ങളും വൈറലോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കിത് എങ്ങനെയാണെന്നും അറിയില്ല. അപ്പോൾ ചെന്നപ്പോൾ ഒരു റൂമിൽ 5-6 ആൾക്കാരുണ്ട്. അവരിങ്ങനെ നോക്കി കണ്ടു. അവർ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവർ ഞാൻ ചെന്നപ്പോൾ തന്നെ ഒരാളെന്ന് എനിക്ക് വന്ന് ഷേക്ക് ഹാൻഡ് തരുകയും എൻ്റെ മുടിയിലും മുഖത്തൊക്കെ വന്ന് തൊടുകയും എന്നെ ഷോൾഡറിൽ പിടിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരുടെ അടുത്ത് ഓക്കെയാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഓക്വേർഡ് ഫീൽ തോന്നി. കാരണം എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരാളെ എൻ്റെ അനുവാദം ചോദിക്കാൻ എൻ്റെ ശരീരത്വം തൊടുന്നു, മറ്റുള്ളവർ അത് കണ്ട് നോക്കി നിൽക്കുന്നു, ഇവരത് നോക്കി സന്തോഷത്തോടെ നിൽക്കുന്നു. അപ്പം ഞാൻ പ്രശ്നം ഉണ്ടാക്കി, എനിക്ക് വീട്ടിൽ പോകണം, എനിക്കിത് പറ്റുന്നില്ല, എനിക്കിത് ഇവിടെ നിൽക്കേണ്ടെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. ഈ പ്രശ്നം ഉണ്ടാക്കിയ സമയത്ത് അത്രയും നേരം ചിരിച്ച് നിന്ന ഒരാൾ പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ മാറി. എൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ടു, നീ ഇവിടെ നിൽക്കുന്നത്, നിനക്ക് എന്താ കുഴപ്പം, ഞാനല്ല നിൻ്റെ കൂടെ ഉള്ളത്, നീ എന്തിനാ ഈ വെപ്രാളപ്പെടുന്നേ, നിനക്കൊന്നും പറ്റാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എന്നോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. അപ്പം ഞാൻ കിടന്ന് അലറി വിളിച്ച് കരയാൻ തുടങ്ങി. കാരണം എനിക്കറിയില്ല, എനിക്കറിയാത്തൊരു നാട്, എനിക്കറിയാത്തൊരു ഭാഷ, എനിക്ക് ആരാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നത് പോലും എനിക്കറിയാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. ഓർക്കണം, എനിക്കന്ന് എൻ്റെ പ്രായവും നിങ്ങളൊന്ന് ഓർക്കണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇവരോട് എന്നെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞത് പേടിക്കേണ്ട. അപ്പോഴത്തേക്കും പെട്ടെന്ന് ടോണൊക്കെ മാറി, പേടിക്കേണ്ട, നിനക്കൊന്നും വരാൻ പോകുന്നില്ല, നീ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെൻ്റെ ശരീരത്തിൽ വന്ന് തൊട്ടത് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് എന്നോട് പെരുമാറുന്നത് എനിക്കറിയത്തുള്ളൂ. അപ്പം നീ ഒന്ന് രീതിയിൽ അത് അഡ്ജസ്റ്റ് ചെയ്യുവാണെങ്കിൽ നിൻ്റെ ഭാവി സുരക്ഷിതമാവും, നീ സേഫ് ആവും. നീ ഇപ്പോൾ 10th കഴിഞ്ഞ് നിൽക്കുമല്ലേ, നിനക്ക് നല്ലൊരു ജീവിതം വേണ്ടേ. ആൻറ്റി ഇത് ആദ്യമായിട്ടൊന്നും അല്ല, ഇതിന് മുമ്പ് ഈ പുള്ളിക്കാരിക്ക് ഒരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു, അതല്ലാണ്ട് ട്രാവൽ ഏജൻസി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ
അവിടെയുള്ള കുട്ടികളെയൊക്കെ ആൻറ്റി നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോൾ ദുബായിലൊക്കെയാണ്. അപ്പോൾ നീ ഒന്ന് അഡ്ജസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ, നീ ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ കയറ്റിക്കൊണ്ട് പോകാം, നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അവരുടെ അടുത്ത് അവരെന്താണോ പറയുന്നത് അഡ്ജസ്റ്റ് നിന്നാൽ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവും എന്നോട് പറഞ്ഞു. എനിക്കത് മനസ്സിലായി. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നമുക്കറിയാലേ ആ രീതിയിൽ അവിടെയുള്ള ആൾക്കാരുടെ നോട്ടവും അവിടെയുള്ള ആൾക്കാരുടെ രീതികൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ബഹളം വെച്ച് അവിടെ നിന്ന് ഇറങ്ങി പോരുമായിരുന്നു. അപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഇവിടുന്ന് നീ ഞാൻ പറയുന്ന കേക്ക്. ഞാൻ അവിടെ ചെന്ന സമയത്ത് 4-5 പേരുണ്ടായിരുന്നു. ഇവർ എന്നെ കാത്തു നിൽക്കുന്ന പോലെയാണ് നിന്നത്. അതിൽ ഒരാൾ ഷെയ്ക്കാൻ്റെ വന്ന് എനിക്ക് നോർമലായിട്ട് തോന്നി. പക്ഷേ പിന്നീട് ഒരാൾ വന്ന് ഷെയ്ക്കാൻ തരുന്ന കൂടെ എൻ്റെ മുഖത്തും എൻ്റെ മുടിയിലും കവിളിലൊക്കെ തൊടാൻ ശ്രമിച്ചു. അപ്പം ഞാനത് തട്ടി മാറ്റി. ആ തട്ടി മാറ്റിയ സമയത്ത് ആ വ്യക്തിയാണ് പറഞ്ഞത്, ആ വ്യക്തി തമിഴിലാണ് പറഞ്ഞത്, ഓക്കെ അന്ന രീതിയിൽ അവർ സംസാരം അവർ തമ്മിൽ. ആൻറ്റിയാണ് എന്നോട് പറഞ്ഞത് അവർക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ. അവരല്ല എന്നോട് പറഞ്ഞത്. അവരുടെ ദേഹത്തൊന്ന് തൊട്ട് ഞാനൊരു തട്ടി മാറ്റി. ഞാൻ അവിടുന്ന് ഷൗട്ട് ചെയ്ത് വിഷമിച്ച് കരഞ്ഞ് ഒരുമാതിരി അവരുടെ മുന്നിൽ വെച്ച് അവരോട് ഷൗട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിനക്ക് എന്താ കുഴപ്പം, നീ ഇങ്ങോട്ട് വന്നു പറഞ്ഞ് എന്നെ മാറ്റി നിർത്തി സംസാരിച്ചപ്പോഴാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേരുണ്ട്, അവരെ വിളിച്ചു പറഞ്ഞു, മോളെ ഇങ്ങനെയാണ്, നീ ഇത് ടെൻഷൻ അടിക്കേണ്ട ആരൊന്നുമല്ല, ഇത് ആദ്യമായിട്ടൊന്നും അല്ല. അമ്മയെ കൊണ്ടുവന്നില്ല കാരണം ഞാൻ പോകുന്ന എൻ്റെ ചേച്ചിയുടെ കൂടെയാണല്ലോ. അമ്മ ഫ്ലാറ്റിലായിരുന്നു, അണ്ണേ നഗറിലായിരുന്നു ഇവരുടെ ഫ്ലാറ്റ്. അമ്മ ഫ്ലാറ്റിലായിരുന്നു. എന്നെ ഇവരാണ് കൊണ്ടുപോയത്. ഇവരുടെ പച്ച ഒരു സ്കോർപിയോ വണ്ടിയിലാണ് എന്നെ കൊണ്ടുപോയത്. ആ പച്ച സ്കോർപിയോ വണ്ടിയിലെത്തുന്നു, റൂമിലെത്തിച്ചതിന് ശേഷം ഓഡീഷൻ എന്ന് പറയുന്നു. അവർ അപമര്യാദയെ പെരുമാറുന്നു. അത് ഇവർ കാണുന്നു. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ താങ്കളോട് പറയുന്നു. അപ്പോൾ താങ്കൾ പിന്നീട് എന്താ മറുപടി പറഞ്ഞത്? അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടെന്ന് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങുന്നു അല്ലേ? അതെ. അതായത് ചുരുക്കി പറഞ്ഞാൽ തന്നെയും പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിന് ഒത്താശ ചെയ്തതോ ഇങ്ങനെയുള്ള മറ്റൊരു അതിജീവിത. അപ്പോൾ ഈ അതിജീവിതയുടെ പേര് പുറത്തു പറഞ്ഞാൽ പ്രശ്നമാകുമോ? തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. കാരണം ഒരു അതിജീവിതയുടെ പേര് ഒരിക്കലും തന്നെ പുറം ലോകത്തേക്ക് അറിയിക്കാൻ പാടില്ല. പക്ഷേ ഒരു കുറ്റവാളിയുടെ പേര് തീർച്ചയായിട്ടും പുറം ലോകത്തേക്ക് അറിയിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇവൾ അതിജീവിതയുമാണ്, അതോടൊപ്പം അപരാധിയുമാണ്. അപ്പോൾ എങ്ങനെ അവരുടെ പേര് പുറം ലോകത്തേക്ക് അറിയിക്കും? എന്തു തന്നെയായാലും വാർത്താമാധ്യമങ്ങൾ ഒന്നും തന്നെ അവരുടെ പേര് പുറത്ത് പറഞ്ഞിട്ടില്ല. പേര് ആരാണെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്ക് അറിയാം എന്നതും വാസ്തവമാണ്. എന്തോ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഒരു സ്ത്രീ അകപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെയധികം വിഷമങ്ങളാണ് എല്ലാവർക്കും തോന്നാറ്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി വന്നതിന് ശേഷം കേൾക്കുന്ന പലതരത്തിലുള്ള കഥകളും കേൾക്കുമ്പോൾ ഇതൊക്കെയും തന്നെ ഒരു വിഷമമായി തോന്നുന്നില്ല. കാരണം ഇതിൽ സത്യമേത് കളവേത് എന്നറിയാത്ത രീതി. പിന്നെ ഇവർ തന്നെ പറയുന്നത് 10 വർഷത്തോളമായി ഞാൻ വളരെയധികം ബുദ്ധിമുട്ടി എന്നാണ്. പക്ഷെ എന്നിട്ട് ഒരിക്കൽ പോലും അവർക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇവർക്ക് പരാതി പറയാനുണ്ടായിരുന്നത് വളരെ പ്രമുഖനായിട്ടുള്ള ആളുകൾക്ക് ഒന്നുമല്ല, മറിച്ച് ഇവരുടെ ബന്ധു കൂടിയായ ഒരു ചേച്ചിക്ക് മാത്രം. എന്നിട്ട് പോലും ഇവർ 10 വർഷത്തോളം കാത്തിരുന്നു ഇങ്ങനൊരു സംഭവം പുറത്ത് പറയാൻ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ക്രൈം മറിച്ചു വെക്കുന്നതും കുറ്റകരമാണ്. 10 വർഷത്തോളം ഇങ്ങനെയുള്ള ക്രൈം മറിച്ചു വെച്ച സിനിമാ മേഖലയിലുള്ള ഒരുപാട് സ്ത്രീകൾ തീർച്ചയായിട്ടും ഇവർക്കെതിരെയും കൂടി ഒരു കേസ് രജിസ്റ്റർ ചെയ്യേണ്ടതല്ലേ? എന്തു തന്നെ ആയാലും വ്യക്തമായ ഒരു ഉത്തരം ആർക്കും തന്നെ പറയാനും സാധിക്കുന്നില്ല. മുകേഷ്, ജയസൂര്യ, സിദ്ദീഖ് അടക്കമുള്ള ആളുകൾ നാണം കെട്ടു. അതല്ലെങ്കിൽ അവരെ ഒക്കെയും തന്നെ ഇവരൊക്കെയും ചേർന്ന് നാണം കെടുത്തി. പക്ഷെ അതിലൊക്കെയും തന്നെ എത്രമാത്രം വാസ്തവമുണ്ട് എന്നത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരുപക്ഷെ ഇവരൊക്കെയും തന്നെ അവരുടെ പബ്ലിസിറ്റി കെടുത്താൻ വേണ്ടി ആയിരിക്കുമോ ഇതൊക്കെയും തന്നെ പറഞ്ഞത്? അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും ചില സമയത്ത് ഇവരുടെയൊക്കെയും പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ പലതരത്തിലുള്ള സംശയങ്ങൾ എല്ലാവർക്കും തോന്നിയേക്കാം. പിന്നെ സിനിമ ഫീൽഡാണ്, ഇങ്ങനെയൊക്കെയും തന്നെ ഉണ്ടായേക്കാം എന്ന് പറയുന്നതിനോട് ഒരിക്കലും തന്നെ യോജിക്കാൻ സാധിക്കുകയില്ല. കാരണം ഏതൊരു ഫീൽഡും അവരുടെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുമ്പോട്ട് പോവേണ്ടത്, അതല്ലാതെ അവരുടെ ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. എന്തു തന്നെ ആയാലും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഇനിയും ഒരുപാട് ഉണ്ടാവും. എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.